സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശാരീരിക തപസ് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുണ്യകർമ്മങ്ങൾ, അതിനെ ആദ്യം വർണ്ണിച്ചു. തുടർന്ന് വാചികമായ തപസ് അല്ലെങ്കിൽ വാക്കുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പുണ്യപ്രവൃത്തികൾ, വാക്പുണ്യം. ആദ്യത്തേത് ശരീരപുണ്യം, പിന്നെ വാക്പുണ്യം. അവസാനമായി മനഃപുണ്യം, മനസ്സുകൊണ്ട് ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ, മാനസികമായ പുണ്യകർമ്മങ്ങൾ എന്നർത്ഥം. അവിടെ ശരീരവും വാക്കും പ്രയോജനപ്പെടില്ല, മനസ്സ് മാത്രമേ പ്രയോജനപ്പെടൂ. ആ പുണ്യത്തിന്റെ മാർഗം അല്ലെങ്കിൽ മാനസിക പുണ്യകർമ്മങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അവയെ അനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അത് തുടരുന്നു. നാവിനാലുരയ്ക്കുന്നതേതൊന്നായതീനൂടെ ഭാവബന്ധാർത്ഥങ്ങളെ ആവോളം മനസ്സിനാൽ ചിന്തിച്ചു ചിന്തിച്ചറിഞ്ഞജ്ഞാനമയങ്ങളാം അന്ധത്വമശേഷവും കളഞ്ഞു വിവേകിയായി സന്തതം പരോപകാരാർത്ഥമായിരിപ്പൊരു ചിന്തയും പരലോക ചിന്തയും ഭക്തിജ്ഞാന ചിന്തയും ബന്ധങ്ങളറ്റിടുവാൻ വൈരാഗ്യാദി ചിന്തയും മനസ്സിനാൽ ചെയ്യുന്ന പുണ്യകർമ്മം. പുണ്യം പാപം ഇവ രണ്ടും ആചരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ 3 ഉപകരണങ്ങളേ ഉള്ളൂ. അതാണ് ശരീരം, വാക്ക്, മനസ്സ്. ഈ 3 ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പാപം, പുണ്യം, പിന്നെ മിശ്രം എന്നിങ്ങനെ 3 തരം കർമ്മങ്ങൾ ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് മാനസികമായ പുണ്യപ്രവൃത്തികൾ. മനസ്സുകൊണ്ട് പുണ്യം ചെയ്യാൻ പറ്റും. അതാണ് വാക്കുകൊണ്ട് ചെയ്യുന്ന പുണ്യപ്രവൃത്തികളെക്കാളും, അതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന പുണ്യപ്രവൃത്തികളെക്കാളും ശ്രേഷ്ഠം. നാവിനാൽ ഉരയ്ക്കുന്നതേതൊന്നായതിനുടെ ഭാവബന്ധാർത്ഥങ്ങളെ ആവോളം മനസ്സിനാൽ ചിന്തിച്ച് അറിഞ്ഞ് അജ്ഞാനമയങ്ങളാം അന്ധത്വം അശേഷവും കളഞ്ഞ് വിവേകിയായി. ഇത്രയും വരികളുടെ അർത്ഥം പറയാം. ശാരീരികമായ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. വാക്കുകൊണ്ട് ചെയ്യുന്ന തപസ്സാണ് ഭഗവൻ നാമോച്ചാരണം, സദ്ഗ്രന്ഥ പാരായണം, സത്യം സംസാരിക്കുന്നത്, പഞ്ചാക്ഷരി തുടങ്ങിയ മന്ത്രങ്ങളെ ഉരുവിടുന്നത്. ഇതെല്ലാം വാചികമായ പുണ്യകർമ്മങ്ങളാണ്. അടുത്തത് മാനസിക പുണ്യകർമ്മങ്ങളെയാണ് പറയുന്നത്. നാവിനാൽ ഉരയ്ക്കുന്നതേതൊന്ന് ആയതിനുടെ ഭാവബന്ധാർത്ഥങ്ങളെ ആവോളം. നമ്മൾ ചൊല്ലുന്നത് പലതിൻ്റെയും അർത്ഥം നമുക്കറിയില്ല. അതാണ് പറഞ്ഞത്, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്നത് തത്തമ്മ ഏറ്റു പറയും. അതിന് അർത്ഥമറിയില്ല. എന്ത് നമ്മൾ പറയുന്നോ അതിനെ അന്ധമായി അത് തിരിച്ചു പറയും. ഇതുപോലെ ആവരുത് നമ്മുടെ നാമജപവും ഈശ്വരോപാസനയും. നമ്മൾ എന്താണോ ചൊല്ലുന്നത് ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കി വേണം ചൊല്ലാൻ, ജപിക്കാൻ. നാവിനാൽ ഉരയ്ക്കുന്നതേതൊന്ന്, നാവ് കൊണ്ട് ചൊല്ലുന്ന നാമങ്ങളായാലും ശരി, മന്ത്രങ്ങളായാലും ശരി, എന്തു തന്നെയായാലും, സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതായാലും അർത്ഥം മനസ്സിലാക്കി വേണം ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. ആ നാവിനാൽ ഉരയ്ക്കുന്നത് ഏതെന്ന് ആയതിനുടെ ഭാവബന്ധാർത്ഥങ്ങളെ ആവോളം മനസ്സിനാൽ. വെറും അർത്ഥമല്ല, ഭാവം. നമ്മൾ എന്തെങ്കിലും ശ്രേഷ്ഠമായ ഒന്ന് ചെയ്യുമ്പോൾ അത് ശ്രേഷ്ഠമാകുന്നത് എങ്ങനെയെന്നറിയാമോ? അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ദിവ്യഭാവമാണ്. അതിന് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭാവം മനസ്സിനുണ്ടാകുന്നില്ല എങ്കിൽ ആ കർമ്മം തികച്ചും യാന്ത്രികമായിരിക്കും. ഒരു വേദപണ്ഡിതൻ വേദങ്ങൾ ചൊല്ലുന്നു, വേറൊരാൾ റെക്കോർഡ് ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുന്നു. എന്തെങ്കിലും വിശേഷമുണ്ടോ? ആ മന്ത്രത്തെ കേട്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ പലരും പല ന്യായീകരണങ്ങളും പറയും. മന്ത്രധ്വനിയല്ലേ
അത് അന്തരീക്ഷത്തെ പരിശുദ്ധമാക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അന്തരീക്ഷം പരിശുദ്ധമാകുന്നതല്ലല്ലോ നമ്മുടെ ഉദ്ദേശ്യം. മന്ത്രജപം ഋഷികൾ വിധിച്ചിരിക്കുന്നത് ചിത്തം ശുദ്ധമാകാനാണ്. അപ്പോ അതിന് പര്യാപ്തമല്ല. അന്തരീക്ഷം, പരിസ്ഥിതി അത് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. അങ്ങനെ ശുദ്ധീകരണം സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ. പക്ഷേ അതല്ല അതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങളായാലും നാമങ്ങളായാലും അവയുടെ ഉച്ചാരണത്തിൽ നമുക്ക് ഭാവം ഉണ്ടാകണം. ദിവ്യമായ ഒരു ഭാവം, അതിനെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്, അതുണ്ടാകണം. ബന്ധം. ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഭഗവാന്റെ നാമങ്ങളാണല്ലോ, അല്ലെങ്കിൽ മന്ത്രങ്ങളാണല്ലോ, സ്തുതികളാണല്ലോ ഞാൻ ചൊല്ലുന്നത്. ആ ഭഗവാനും എനിക്കും തമ്മിൽ എന്താണ് ബന്ധം, അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കണം. എവിടെയോ ഇരിക്കുന്ന ഭഗവാൻ, ഞാൻ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടാനായി ഇങ്ങനെ ജപിക്കുന്നു. അങ്ങനെ ആവരുത്. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഭക്തൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ഭക്തി സാർത്ഥകമാവുകയുള്ളൂ. അല്ലെങ്കിൽ കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എന്താണ് എനിക്കും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്നും ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ സ്തുതിച്ച് പാടി പുകഴ്ത്തി കഴിഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്ന എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കണം. അപ്പോൾ മന്ത്രങ്ങളോ നാമങ്ങളോ ഒക്കെ ജപിക്കുമ്പോൾ ഉള്ളിൽ ദിവ്യഭാവം ഉണ്ടാകണം. അതോടൊപ്പം ജപിക്കുന്നയാളിനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലാക്കി വേണം നാമോച്ചാരണമോ വേദമന്ത്രങ്ങളോ വേദമന്ത്ര ജപമോ ഒക്കെ നടത്താൻ. എല്ലാറ്റിലും ഉപരി ഭാവമുണ്ട്. ഈശ്വരനും താനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാം. അതിലുപരി ഈ ചൊല്ലുന്ന മന്ത്രങ്ങളുടെയോ നാമങ്ങളുടെയോ സ്തോത്രങ്ങളുടെയോ എന്തിൻ്റെ തന്നെ എന്ത് ചെയ്താലും, ഈശ്വരപരമായി എന്ത് ചെയ്താലും ആ ചൊല്ലുന്നതിൻ്റെ പൊരുൾ, അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കണം. ആ അർത്ഥമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കേണ്ടത്. ആ സ്ഫുരണയില്ലെങ്കിൽ ആ കർമ്മം തികച്ചും മെക്കാനിക്കലാവും, യാന്ത്രികമായി പോകും. ആ മന്ത്രജപം കൊണ്ട് കാര്യമായ പ്രയോജനമുണ്ടാവില്ല. അപ്പോ അർത്ഥം അറിയണം. തജ്ജപസ്തദർത്ഥഭാവനം. ജപം എന്നുള്ളതിനെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഋഷിമാർ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് ജപം. ഏതിലാണോ ആ ജപിക്കപ്പെടുന്നവയുടെ, ആ വാക്കുകളുടെ അർത്ഥം ഭാവന ചെയ്യപ്പെടുന്നത്. അർത്ഥമറിയാതെ ജപിച്ചത് കൊണ്ട് വിശേഷമായി പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് ഈ ജപം എന്ന വാക്കിന്റെ നിർവചനത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അർത്ഥമറിഞ്ഞു ചൊല്ലണം. ഓം നമോ നാരായണായ, ഓം നമഃശിവായ, ഇങ്ങനെയുള്ള ധാരാളം നാമങ്ങളുണ്ടല്ലോ, ദിവ്യനാമങ്ങൾ. അതിൻ്റെയൊക്കെ അർത്ഥം കൂടെ മനസ്സിലാക്കി ചൊല്ലിയാൽ ജപം വിശേഷമായി. അതാണ് നമ്മെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. ഭാവബന്ധാർത്ഥങ്ങളെ ആവോളം പറ്റുന്നിടത്തോളം എത്ര കണ്ട് നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുവോ അത്ര കണ്ട് ആ ജപം സാർത്ഥകമാകും. ആ നാമജപം ഫലപ്രദമായി തീരും. അതുകൊണ്ട് ഭാവബന്ധാർത്ഥങ്ങളെ ആവോളം മനസ്സിനാൽ ചിന്തിച്ച് ഒരിക്കലല്ല, 2 വട്ടമല്ല, പല പ്രാവശ്യം, അനേകം തവണ ഈ മന്ത്രങ്ങളെ നാം ഉച്ചരിക്കുമ്പോൾ, പ്രതിദിനം ഉച്ചരിക്കണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഉച്ചരിക്കുമ്പോഴും അവയുടെ അർത്ഥത്തെ വീണ്ടും വീണ്ടും ചിന്തിക്കാനുള്ള ഒരു സന്ദർഭം, ഒരു അവസരം നമുക്ക് കിട്ടും. അങ്ങനെ ആ വാക്കുകളുടെ അർത്ഥത്തെ ചിന്തിച്ച് അറിഞ്ഞ് എന്താണ് ആ മന്ത്രത്തിന്റെ പൊരുൾ, എന്താണ് അതിൽ പ്രതിപാദിക്കപ്പെടുന്നത്, ആ അർത്ഥം വളരെ വളരെ പ്രധാനമാണ്. അതാണ് ചിന്തിച്ചറിഞ്ഞ് അങ്ങനെ അതിൻ്റെ അർത്ഥത്തിന്റെ ആഴങ്ങളിൽ നാം എത്തുമ്പോൾ അജ്ഞാനമയങ്ങളാം അന്ധത്വം. അജ്ഞാനമയങ്ങളാണ് അന്ധത. അന്ധത എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വേണ്ടവണ്ണം ഗ്രഹിക്കാതിരിക്കുക. ഈ അന്ധതയുടെ മറ്റൊരു പേരാണ് അജ്ഞാനം. ആ അജ്ഞാനമാകുന്ന അന്ധത്വം പൂർണ്ണമായി ഉള്ളിൽ നിന്ന് നീങ്ങും. അജ്ഞാനമയങ്ങളാം അന്ധത്വം അശേഷവും കളഞ്ഞ് പൂർണ്ണമായി ആ അജ്ഞാനം വഴിമാറിത്തരും. അജ്ഞാനത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ അവശേഷിക്കുകയില്ല. അങ്ങനെയായാൽ നാം വിവേകികളായി എന്ന് പറയാം. ഇതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. ഈ വിവേകം കൈമുതലായി വെച്ചുകൊണ്ട് വേണം അധ്യാത്മ
മാർഗത്തിൽ പ്രവേശിക്കാൻ, അന്ധത്വം അശേഷവും കളഞ്ഞ് വിവേകിയായി. അപ്പോഴാണ് നമുക്ക് വിവേകമുണ്ടാവുന്നത്. ഏതിലൂടെ? അർത്ഥഗ്രഹണത്തിലൂടെ. ചെയ്യുന്ന, അതിലുപരി ചൊല്ലുന്ന നാമങ്ങളുടെയും മന്ത്രങ്ങളുടെയും എല്ലാം അർത്ഥം പല പ്രാവശ്യം മനനം ചെയ്യപ്പെടുമ്പോഴാണ് വിവേകിയായി തീരുന്നത്. അങ്ങനെ വിവേകിയായി സന്തതം പരോപകാരാർത്ഥമായിരിപ്പോരു ചിന്തയും. ഈ വിവേകം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്ധഃകരണം പൂർണ്ണമായ ഒരു മാറ്റത്തിന് വിധേയമാവും. കംപ്ലീറ്റ് മാറിപ്പോകും. നേരത്തെ ഇരുന്ന വ്യക്തിയല്ല ഞാനിപ്പോൾ എന്ന് സ്വയം തോന്നിത്തുടങ്ങും, ബോധ്യമാവുകയും ചെയ്യും. പിന്നീട് നമ്മുടെ കർമ്മങ്ങൾ പരോപകാരാർത്ഥമായിരിപ്പോരു ചിന്തയും. അന്യന് തന്നാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന ചിന്തയുണ്ടാവും. സ്വാർത്ഥതയൊക്കെ പോയി പോവും. മറ്റുള്ളവർക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആരാണ് ഈ മറ്റുള്ളവർ? ഒക്കെ ഭഗവാന്റെ പ്രതിരൂപങ്ങൾ. അപ്പൊ അവർക്ക് ചെയ്യുന്ന സഹായമോ അവർക്ക് ചെയ്യുന്ന ഉപകാരമോ അല്ലാതെ മറ്റെന്തു പൂജയാണ് ശരിയായ ഒരു ഭക്തന് ഇവിടെ ചെയ്യാനുള്ളത്? പക്ഷെ ആ അംശങ്ങളിലേക്ക് ഈ ഭക്തന്മാരാരും വേണ്ടവണ്ണം കടന്നു ചെല്ലുന്നില്ല. അവർ യാന്ത്രികമായി ദിനംതോറും ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരോപകാരം എന്നുള്ളത് അവരുടെ ചിന്തയിൽ പോലും കടന്നു വരുന്നില്ല. അപ്പോ മനസ്സ് പവിത്രമാകുന്നു എന്നുള്ളതിന്റെ ലക്ഷണം അന്യന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാവരുടെയും ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മെക്കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മുടെ പരിസരത്തുള്ളവർ, നമുക്കറിയാവുന്നവർ, നമ്മളുമായി ബന്ധപ്പെടുന്നവർ, അവരുടെ കണ്ണീര് തുടയ്ക്കാനും അവരുടെ കഷ്ടപ്പാട് അകറ്റാനും ഒക്കെ ആവണം എൻ്റെ ജീവിതം എന്ന് ഉള്ളിൽ തോന്നിയാൽ നാം സാത്വികന്മാരായി എന്നർത്ഥം. അല്ലാതെ ഞാനും എൻ്റെ കാര്യവും മാത്രം, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടന്നാൽ അത് ഭക്തിയുടെ ലക്ഷണമല്ല, ചിത്തശുദ്ധിയുടെയും ലക്ഷണമല്ലാതെ. സന്തതം പരോപകാരാർത്ഥമായിരിപ്പോരു ചിന്തയും. അന്യന് ഉപകാരം ചെയ്യണം, അന്യരുടെ ബുദ്ധിമുട്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ നീക്കണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിയുന്നിടത്തോളം ഞാൻ കണ്ടെത്തണം, ഇങ്ങനെയുള്ള ചിന്ത ഉള്ളിലുണ്ടാകും. പിന്നെയോ പരോപകാരാർത്ഥമായിരിപ്പോ ഒരു ചിന്തയും പരലോക ചിന്തയും. പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത കൂടെ കൂടെ നമ്മുടെ മനസ്സിൽ പൊന്തി വരും. എന്താണ് ഈ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത? നരകത്തിൽ പാപികളായ ജീവന്മാരെ യമകിങ്കരന്മാർ പലതരത്തിലും പീഡിപ്പിക്കും. കുത്തും, വെട്ടും, ചവിട്ടും, ആഹാരം കൊടുക്കില്ല, ദാഹിച്ചു വലഞ്ഞാലും വെള്ളം കൊടുക്കില്ല. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെയൊക്കെ ഓർത്ത് കഴിയണം എന്നാണോ ഈ പരലോക ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. പാപികളാണ് നരകത്തിലെത്തുക. മിശ്രകർമ്മവും പുണ്യകർമ്മവും ചെയ്യുന്നവർ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. പരലോക ചിന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം ഞാൻ മരിക്കും, ഈ ശരീരം നിലംപതിക്കും. അത് കഴിഞ്ഞാൽ ഈ ജീവൻ, അതായത് ഞാൻ, എന്റെ കർമ്മവാസനകൾക്കനുസരിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കും. ഇതിനിടയിൽ, അതായത് ഇവിടെ മരിച്ചിട്ട് പുനർജനിക്കുന്നതിനിടയിൽ പരലോകത്ത് എത്തും, കുറച്ചു കാലം അവിടെ കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ പ്രാമാണികതയുണ്ടോ എന്ന് ചോദിച്ചാൽ വേദാന്ത ശാസ്ത്രത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയപ്പെടുന്നില്ല. എന്നാലും നമ്മുടെ ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ പരലോക ചിന്ത നമുക്കുണ്ടാകണം. മരിച്ചു കഴിഞ്ഞാൽ ദൈവമേ, ഇവിടെ ഞാൻ എങ്ങനെയൊക്കെയോ ജീവിച്ചു, മരണശേഷം എൻ്റെ ഗതി നല്ല ഗതിയാകണം, എനിക്ക് സദ്ഗതി ഉണ്ടാവണം എന്ന് ആഗ്രഹമില്ലാത്തവർ ആരാണുള്ളത്? മരിച്ചതിന് ശേഷം ഞാൻ പലതരത്തിലുള്ള ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കണം എന്ന് വിവേകിയായ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. ദുഃഖിക്കരുത്, കഷ്ടപ്പെടരുത്, സുഖമായിരിക്കണം, ശാന്തിയോടുകൂടെ കഴിയണം എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ പരലോക ചിന്ത ഉണ്ടാകുമ്പോൾ നാം ഇവിടെ പാപം ചെയ്യാതെ ജീവിക്കും. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ ഇവിടെ ജീവിച്ചു, ഇവിടെ മരിച്ചു, എല്ലാം കഴിഞ്ഞു, കർമ്മം, കർമ്മഫലം, പരലോകം, ഇതിനൊന്നും ഒരർത്ഥവുമില്ല എന്ന് കരുതുന്നവൻ ഒരിക്കലും നന്മയുടെ മാർഗത്തിൽ വരില്ല. അവൻ അന്യന് ഉപകാരം ചെയ്യില്ല. അവൻ സത്കർമ്മങ്ങളിൽ നിന്ന് വളരെ ദൂരെയായിരിക്കും. അങ്ങനെയുള്ളവർ പാപകർമ്മങ്ങളിലാവും ചെന്ന്
പതിക്കുക. അതുകൊണ്ട് പരലോക ചിന്ത, അതുപോലെ തന്നെ മരണചിന്ത. പരലോകത്തിൽ വിശ്വാസം വേണ്ട, താനൊരു ദിവസം മരിച്ചു പോകും, അതെങ്കിലും ദിനം പ്രതി ഓർമ്മിക്കുക. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ അല്ലെങ്കിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ എനിക്കും ഒരു ദിവസം മരിക്കേണ്ടി വരും, ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ഉള്ളിലുള്ള അസൂയയും കുശുമ്പും കുന്നായ്മയും പരദ്രോഹ ചിന്തയും എല്ലാം ഈ മരണചിന്ത വരുമ്പോൾ അപ്രത്യക്ഷമാകും. പക്ഷെ മനുഷ്യൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ചിന്തിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പലർക്കും മരണം എന്ന വാക്ക് കേട്ടാൽ തന്നെ ഭയമാണ്. എന്താ ഇതിന് കാരണം? അന്ധത, തികഞ്ഞ അജ്ഞത. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാനാണല്ലോ നാം എപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് മനഃപൂർവ്വമായി ഇതിൽ നിന്ന് ഒരു രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള എസ്കേപ്പിസമാണ്. അങ്ങനെ ആവരുത്. സത്യത്തിന് നേരെ തുറിച്ചു നോക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. മരണം എന്നുള്ളത് ജനനത്തെക്കാളും വലിയ യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കണം? മരണശേഷം സദ്ഗതിയുണ്ടാവാനായി ഞാൻ ഇവിടെ എന്തെന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം? ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലവരായി ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരലോക ചിന്ത അത്യാവശ്യമാണ്. പരലോക ചിന്തയും അന്ധത്വം അശേഷവും കളഞ്ഞ് വിവേകിയായി. പിന്നീടുള്ള വരി വായിച്ചിട്ടില്ല. സന്തതം പരോപകാരാർത്ഥമായിരിപ്പൊരു ചിന്തയും പരലോക ചിന്തയും ഭക്തിജ്ഞാന ചിന്തയും ബന്ധങ്ങളറ്റിടുവാൻ വൈരാഗ്യാദി ചിന്തയും മനസ്സിനാൽ ചെയ്യുന്ന പുണ്യകർമ്മം. മനസ്സിനാൽ അനുഷ്ഠിക്കാൻ കഴിയുന്ന പുണ്യകർമ്മങ്ങളെയാണ് വിവരിക്കുന്നത്. വിവേകിയാവണം. വിവേകി മാത്രമേ പുണ്യകർമ്മം ചെയ്യൂ. അവിവേകികളാണ് ഇവിടെ പാപവും പീഡനവും ഒക്കെ കൊണ്ടു നടത്തുന്നത്. സന്തതം പരോപകാരാർത്ഥമായിരിപ്പോരു ചിന്തയും, എപ്പോഴും അന്യന് എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ചെയ്യണം. അത് സാമ്പത്തികമായ സഹായമാവാം, അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ഒരു സഹായം. വാക്കുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ആശ്വാസം നൽകാം? പണം കൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. നീറി കഴിയുന്ന അനേകം മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഒരല്പം സാന്ത്വനം നൽകാൻ നമ്മുടെ കാരുണ്യം കലർന്ന വാക്കുകൾക്ക് കഴിയും. അതുകൊണ്ട് ശരീരം കൊണ്ട് പ്രയത്നിച്ച് ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് രാത്രി കൂട്ടുകിടക്കുക, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുക, അത് ശരീരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായമാണ്. അതുപോലെ അന്യരെ തൻ്റെ വാക്കുകളിലൂടെ ആശ്വസിപ്പിക്കുക, അവരുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും നൽകുക, അത് വാചികമായ പുണ്യപ്രവൃത്തിയാണ്. ഇനി മാനസികമായ പുണ്യപ്രവൃത്തിയുണ്ട്. എല്ലാവരും സുഖമായിരിക്കട്ടെ, ജഗദീശ്വരൻ എല്ലാവർക്കും സർവ്വവിധ നന്മകളും മംഗളങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് മാനസികമായ പുണ്യകർമ്മമാണ്. ഇപ്പോൾ പരോപകാരാർത്ഥമായിരിപ്പോ ഒരു ചിന്തയും പരലോക ചിന്തയും ഭക്തിജ്ഞാന ചിന്തയും. ഭക്തി, ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ചിന്തിക്കുക. അവയ്ക്ക് മനുഷ്യ ജീവിതത്തിൽ എത്ര കണ്ട് പ്രാധാന്യമാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അല്പം സമയം ചെലവഴിക്കുക. ബന്ധങ്ങളറ്റിയിടുവാൻ വൈരാഗ്യാദി ചിന്തയും മനസ്സിനാൽ ചെയ്യുന്ന പുണ്യകർമ്മം. ബന്ധങ്ങൾ നീങ്ങാൻ വൈരാഗ്യം കൂടിയേ തീരൂ. വിരക്തി, വിഷയങ്ങളിൽ നിന്ന് വിരക്തനാകണം. ഉള്ളുകൊണ്ട്, പുറമേയല്ല. പുറമേ വിരക്തി നേടാനും പറ്റില്ല. വിരക്തി മനസ്സിനെ തൊട്ടു നിൽക്കുന്ന ഒരു ഉദാത്തമായ ഭാവമാണ്. എന്നോട് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഭക്തിയെക്കാളും മുകളിലാണ് വിരക്തിയുടെ സ്ഥാനം എന്ന് ഞാൻ തറപ്പിച്ചു പറയും. ഭക്തിയെക്കാളും മേലെയാണ് വിരക്തി. കാരണം പല ഭക്തന്മാർക്കും വിരക്തി ഉണ്ടാവുന്നില്ല. ഈ വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ ആവശ്യമില്ല. ഭക്തർ വിരക്തർ ഭഗവത് പ്രബോധ എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ആദ്യം നമ്മുടെ ഉള്ളിൽ ഭക്തി അങ്കുരിക്കട്ടെ, ഭക്തിയിൽ നിന്നും വിരക്തിയിലേക്കും, അതിൽ നിന്ന് ഭഗവത് പ്രബോധം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, അതിലേക്കും പോകട്ടെ. അപ്പൊ ഭക്തി ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഭക്തനാണ് കാലക്രമത്തിൽ വിരക്തനായി തീരുന്നത്. വിരക്തനാണ് പിന്നീട് ജ്ഞാനിയായി മാറുന്നത്. അപ്പൊ ഇതെല്ലാം പരസ്പര ബന്ധങ്ങളാണ് എന്നുള്ള കാര്യം നാം നല്ലതുപോലെ മനസ്സിലാക്കണം. ഇങ്ങനെ പടിപ്പടിയായി ബന്ധങ്ങളറ്റിയിടുവാൻ വൈരാഗ്യാദി ചിന്തയും മനസ്സിനാൽ ചെയ്യുന്ന പുണ്യകർമ്മം. വൈരാഗ്യം എന്താണ്? ഈ വിരക്തി, അതിന്റെ സ്വരൂപം എന്ത്? എന്തിനാണ് ശാസ്ത്രങ്ങൾ നമ്മെ വിരക്തരാകണം
എന്ന് ഉപദേശിക്കുന്നത്. ഇതിനെയൊക്കെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ചിന്ത സാധ്യമല്ല. ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരും, ആയുസ് കഴിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ജ്ഞാനം, വൈരാഗ്യം ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും മനസ്സിനാൽ ചെയ്യുന്ന പുണ്യകർമ്മമാണ്. സാരം വായിക്കാം. വാഗൊണ്ട് സംസാരിക്കുന്നത് ഏതാണോ അതിൻ്റെ ഭാവബന്ധങ്ങളെ നല്ലതുപോലെ ചിന്തിച്ചറിഞ്ഞ് അജ്ഞാനങ്ങളാകുന്ന അന്ധവിശ്വാസങ്ങൾ നിശേഷം കളഞ്ഞ് വിവേകിയായി സദാസമയവും പരോപകാര തത്പരതയോടുള്ള ചിന്തയും ബന്ധങ്ങൾ, വൈരാഗ്യം തുടങ്ങിയവ ഒടുക്കി പരലോകത്തെയും, ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി എന്നുള്ള അർത്ഥത്തിലല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വൈരാഗ്യം എന്നുള്ളതിന് മലയാളത്തിൽ ശത്രുത എന്നും അർത്ഥമുണ്ട്. അപ്പൊ ബന്ധങ്ങളും ശത്രുതയും ഒക്കെ ഉള്ളിൽ നിന്ന് നീങ്ങണം. ശരിക്കുള്ള വിരക്തിയെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. അങ്ങനെ ബന്ധങ്ങൾ, ശത്രുത തുടങ്ങിയവ ഒടുക്കി പരലോകത്തെയും ഭക്തിജ്ഞാനത്തെയും പറ്റി മനസ്സിൽ ചിന്തിക്കുന്നതാണ് പുണ്യകർമ്മം എന്നറിയുക. ഇനി എന്തു പറയുന്നു എന്ന് നോക്കാം. അന്യകർമ്മങ്ങളെല്ലാം നിന്ദ്യമധ്യമാമത് നന്നല്ല ജന്മപ്രദമായിട്ടു ഭവിച്ചിടും എന്നതുകൊണ്ടു പുണ്യകർമ്മങ്ങളായുള്ളവ തന്നെ കായ വാങ്മനസ്സാകുന്ന കരണങ്ങൾ തന്നാലെ ചെയ്യപ്പെട്ടിടണമാവോളം എന്നാൽ തന്നെ വന്നിടും കർമ്മനാശമായിരിപ്പൊരു വൃത്തിജ്ഞാനവും ആത്മജ്ഞാനവും നിരന്തരം മുക്തിയും സിദ്ധിച്ചിടും ഇല്ല സംശയം ബാലേ. മർത്യജന്മത്തിലത്യുത്തമമാം ജന്മം വന്നാൽ സത്വരം കർമ്മക്ഷയം വന്നു മുക്തനായിടും മുക്തി ജീവനു വരൂ മാറുചീതമാം ജന്മം ഉത്തമാമെന്നു പറഞ്ഞല്ലോ നിന്നോടു പുരാ. അന്യകർമ്മങ്ങളെല്ലാം നിന്ദ്യം, മധ്യമം, അത് നന്നല്ല, ജന്മപ്രദമായിട്ടു ഭവിച്ചിടും. ഈ പറഞ്ഞ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയല്ലാതെ മിശ്രകർമ്മങ്ങളോ പാപകർമ്മങ്ങളോ ചെയ്തത് കൊണ്ട് മേൽഗതി ഉണ്ടാവില്ല, മുകളിലേക്ക് ഉയരാൻ സാധ്യമല്ല. അന്യകർമ്മങ്ങളെല്ലാം നിന്ദ്യ മധ്യമം, മറ്റുള്ളവയൊക്കെ തരംതാണ കർമ്മങ്ങളാണ്. ഈ പുണ്യകർമ്മങ്ങൾ ഒഴിച്ച് രണ്ട് കർമ്മങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പാപവും മിശ്രവും. ആ രണ്ട് കർമ്മങ്ങളും നിന്ദ്യങ്ങളാണ്, അത് മധ്യമങ്ങളാണ്. മധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിൽക്കുന്നത്, മിഡിലിൽ നിൽക്കുന്നത്. പാപം ഒരിക്കലും പാടില്ല, മധ്യമകർമ്മങ്ങളും പോരാ, പുണ്യകർമ്മങ്ങൾ തന്നെ നമ്മളാൽ അനുഷ്ഠിക്കപ്പെടണം. നിന്ദ്യ മധ്യമം അത് നന്നല്ല. ആ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ഊർധ്വഗതി സംഭവിക്കുകയില്ല. അത് മാത്രമല്ല, ജന്മപ്രദമായിട്ട് ഭവിച്ചിടും. മധ്യമകർമ്മങ്ങളും പാപകർമ്മങ്ങളും പുനർജന്മത്തിന് കാരണമാകും. ജന്മം ഒടുങ്ങാൻ പുണ്യകർമ്മങ്ങൾ തന്നെ അനുഷ്ഠിക്കപ്പെടണം എന്നതുകൊണ്ട് പുണ്യകർമ്മങ്ങളായുള്ളവ തന്നെ കായ വാങ് മനസ്സാകുന്ന കരണങ്ങൾ തന്നാലെ ചെയ്യപ്പെട്ടിടണം ആവോളം. ഒരു ലുബ്ധും പാടില്ല, പിശുക്ക് കാണിക്കരുത്. സത്കർമ്മങ്ങൾ വേണ്ടുവോളം ചെയ്യുക, പറ്റുന്നിടത്തോളം ചെയ്യുക. ശരീരം തളർന്ന് വീഴുന്നത് വരെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മറ്റു കർമ്മങ്ങൾ, മധ്യമകർമ്മങ്ങളും അല്ലെങ്കിൽ മിശ്ര കർമ്മങ്ങളും പാപകർമ്മങ്ങളും പുനർജന്മത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് പുണ്യകർമ്മങ്ങളായുള്ളവ തന്നെ നാം പുണ്യകർമ്മങ്ങളെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്തിലൂടെ? ത്രിവിധ കരണങ്ങളിലൂടെ, മനസ്സ്, വാക്ക്, ശരീരം, ഈ മൂന്ന് ഉപകരണങ്ങളിലൂടെ. ഇത് മൂന്നുമേ ഉള്ളൂ നമുക്ക് എന്ത് കർമ്മം ചെയ്യാനും. പുണ്യം, മിശ്രം, പാപം, ഈ മൂന്ന് കർമ്മങ്ങൾ ചെയ്യാനും നമ്മുടെ പക്കലുള്ള കരണങ്ങൾ മൂന്നാണ്: വാക്ക്, മനസ്സ്, ശരീരം. ഈ മൂന്ന് കരണങ്ങൾ കൊണ്ട് തന്നാലെ ചെയ്യപ്പെട്ടിടണം. ഈ മൂന്ന് കരണങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് പുണ്യകർമ്മങ്ങളെയും നാം ചെയ്യേണ്ടത്. ചെയ്യപ്പെട്ടിടണം ആവോളം. ആവോളം എന്ന് പറഞ്ഞാൽ പറ്റുന്നിടത്തോളം, എത്ര കണ്ട് പറ്റുമോ. അതെന്തിനാ? ഞാൻ കുറേ പുണ്യം ചെയ്തിട്ടുണ്ട്, ഇനി എന്തിനാണ്, നിർത്തിയേക്കാം, അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നിടത്തോളം, അവസാന ശ്വാസം എടുക്കുന്നത് വരെ പുണ്യകർമ്മങ്ങളെ ത്രിവിധ കരണങ്ങളാൽ ചെയ്യുക തന്നെ വേണം. അങ്ങനെ ആയാൽ എന്താ? ചെയ്യപ്പെട്ടിടണം ആവോളം, എന്നാൽ തന്നെ വന്നിടും
കർമ്മനാശമായിരിപ്പോരു വൃത്തിജ്ഞാനവും ആത്മജ്ഞാനവും നിരന്തരം മുക്തിയും സിദ്ധിച്ചിടും. പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവൻ ഒരിക്കലും അധപ്പതിക്കുകയില്ല. നഹി കല്യാണകൃത് ദുർഗതിം താത ഗച്ഛതി. സത്കർമ്മങ്ങൾക്ക് ആധ്യാത്മിക പന്ഥാവിൽ, അധ്യാത്മ പന്ഥാവിൽ എന്താണ് പ്രസക്തി എന്ന് പലരും വിചാരിക്കും. വേദാന്തം മാത്രം പഠിച്ചുകൊണ്ട് പറഞ്ഞു നടന്നാ പോരാ. ചിത്തം എപ്പോ വേണമെങ്കിലും മലിനമാകാം. പാപചിന്തകൾ ആ മനസ്സിൽ എപ്പോൾ വേണമെങ്കിലും അങ്കുരിക്കാം. അപ്പൊ ആ പാപ സ്വാധീനങ്ങളെ പുണ്യകർമ്മങ്ങൾ ചെയ്താണ് നാം നീക്കം ചെയ്യേണ്ടത്. കല്യാണകൃത്ത് എന്ന് പറഞ്ഞാൽ നന്മ മാത്രം ചെയ്യുന്നവൻ, പുണ്യം മാത്രം ചെയ്ത് ഇവിടെ അന്യരെ ഉപദ്രവിക്കാത്തവൻ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, എന്തിന് ചിന്ത കൊണ്ട് പോലുമോ അന്യനെ ഉപദ്രവിക്കാതെ ഹിംസിക്കാതെ പറ്റുന്നിടത്തോളം അന്യർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് കഴിയുന്നവൻ അല്ലയോ അർജുന, അവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുകയില്ല എന്നാണ് പരമാചാര്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നത്. ഇങ്ങനെ 3 കരണങ്ങൾ കൊണ്ട് പുണ്യകർമ്മങ്ങളെ മാത്രം വേണ്ടുവോളം ചെയ്താൽ തന്നെ വന്നിടും. അത് മാത്രം മതി, മറ്റൊന്നും വേണ്ട. കർമ്മനാശമായിരിപ്പോരു വൃത്തിജ്ഞാനവും. കർമ്മങ്ങൾ നശിക്കണം എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ നശിക്കണം. ആ വാസനകൾ നശിക്കുന്നത്, അല്ലെങ്കിൽ അവ നശിക്കുന്നുണ്ടോ, എത്ര കണ്ട് നശിച്ചു എന്നുള്ളത് എങ്ങനെ അറിയാം? കർമ്മവാസനകളെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അവയുടെ നാശത്തെ നാം എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചാൽ, അനാവശ്യമായ ചിന്തകൾ ഉള്ളിൽ വരാതിരിക്കും. വൃത്തിജ്ഞാനം കുറയും എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികൾ അടങ്ങും. മനസ്സ് അകാരണമായി അസ്വസ്ഥമാവുകയില്ല. മനസ്സ് ശാന്തമായി അലയില്ലാത്ത കടൽ പോലെ ഒടുങ്ങി ഒരു സുഖാനുഭൂതിയിൽ ആണ്ടിരിക്കും. അത് തന്നെയാണ് കർമ്മനാശം വന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവ്. എത്ര കണ്ട് ഈ സുഖം വർദ്ധിച്ചു വരുന്നുവോ അത്ര കണ്ട് കർമ്മവാസനകൾ നശിക്കുന്നു. അപ്പോൾ ഉള്ളിൽ വരുന്ന ചിന്തകളെ നാം നല്ലതുപോലെ വിശകലനം ചെയ്യണം. ആ ചിത്തവൃത്തികൾ അടങ്ങിക്കിട്ടുന്നതാണ് കർമ്മവാസന നാശം എന്ന് പറയുന്നത്. അങ്ങനെ ആ ചിത്തവൃത്തികൾ ഒടുങ്ങുകയും ആത്മജ്ഞാനവും നിരന്തരം, ഉള്ളിൽ ആത്മാവ് നാൾക്കുനാൾ തെളിഞ്ഞു വരികയും വ്യക്തമായ ആത്മാനുഭൂതി ഉള്ളിൽ ഉണ്ടാവുകയും നിരന്തരം മുക്തിയും സിദ്ധിച്ചിടും. അവസാനം ആ ആത്മാനുഭൂതി പതുക്കെ പതുക്കെ വർദ്ധിച്ച്, ഇവിടെ ആത്മാനുഭൂതി എന്നുള്ളത് കൊണ്ട് സത്വഗുണത്തിന്റെ വർധനയാണ് ഉദ്ദേശിക്കുന്നത്. ആ സത്വഗുണം നാൾക്കുനാൾ പെരുകി അവസാനം മോക്ഷവും സിദ്ധിച്ചിടും, മുക്തിയും സിദ്ധിച്ചിടും. ഇല്ല സംശയം ബാലേ. അല്ലയോ കുട്ടി, ഈ കാര്യത്തിൽ ആചാര്യന്മാർക്ക് അശേഷം സംശയമില്ല. ഇതാണ് മാർഗം. യേഷ പന്ഥ ഏതത് കർമ്മ എന്നാണ് വേദം പറയുന്നത്. ഇതാണ് വഴി, ഇതാണ് നീ ചെയ്യേണ്ടുന്ന കർമ്മം എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശം പാലിച്ചാൽ മാത്രം മതി നമുക്ക് മോക്ഷത്തിൽ ചെന്നെത്താൻ. അതുകൊണ്ട് ഈ മാർഗത്തിലൂടെ പോകുന്നവർ തീർച്ചയായും മോക്ഷം പ്രാപിക്കും എന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. ഇനിയോ മർത്യജന്മത്തിൽ അത്യുത്തമമാം ജന്മം വന്നാൽ സത്വരം കർമ്മക്ഷയം വന്ന് മുക്തനായിടും. മുക്തി ജീവന് വരുമാറ് ഉചിതമാം ജന്മം ഉത്തമം എന്ന് പറഞ്ഞല്ലോ നിന്നോട് പുരാ. എന്തിനാണ് അങ്ങീ സത്കർമ്മങ്ങളെ മാത്രം ചെയ്യണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, സത്കർമ്മങ്ങളാണ് നമ്മെ ചിത്തശുദ്ധിയിലേക്ക് നയിക്കുന്നത്. ചിത്തശുദ്ധി നേടാതെ വിവേക വൈരാഗ്യങ്ങൾ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അതൊന്നുമില്ലാതെ മോക്ഷം ലഭിക്കുകയുമില്ല. അതുകൊണ്ട് മർത്യജന്മത്തിൽ അത്യുത്തമമാം ജന്മം വന്നാൽ, മനുഷ്യനായി ജനിച്ചതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത്. ആ മനുഷ്യജന്മത്തിൽ തന്നെ ഉത്കർഷങ്ങളായ, അല്ലെങ്കിൽ ഉത്കർഷത്തിന് കാരണമാകുന്ന പുണ്യപ്രവൃത്തികളെ ചെയ്യുന്നവനാണ് ശ്രേഷ്ഠൻ. ആ പുണ്യാത്മാവ് എന്ത് ചെയ്യുന്നു? സത്വരം കർമ്മക്ഷയം വന്ന് പെട്ടെന്ന് തന്നെ അയാളുടെ ഉള്ളിലെ കർമ്മവാസനകൾ ക്ഷയിച്ചു വരികയും തുടർന്ന് മോക്ഷം സിദ്ധിക്കുകയും ചെയ്യും. കർമ്മക്ഷയം വന്ന് മുക്തനായിടും. മുക്തി ജീവന് വരുമാറ് ഉചിതമാം ജന്മം ഉത്തമം. ഈ മോക്ഷം നേടാൻ സഹായകമായ ജന്മമാണ് ഉത്തമ ജന്മം. അപ്പൊ മനുഷ്യരിൽ തന്നെ എല്ലാവരും നല്ലവരൊന്നുമല്ല. മൃഗങ്ങളെക്കാളും മോശമായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, നരാധമന്മാർ. അങ്ങനെയുള്ളവർക്ക് എത്ര ജന്മം ജനിച്ചാലും മോക്ഷം സിദ്ധിക്കാൻ പോകുന്നില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഈ മായയുടെ
ഇന്ദ്രജാല പ്രകടനത്തിനിടയ്ക്ക് ചിലർ മനുഷ്യരായി ജനിച്ചു എന്നേ ഉള്ളൂ. അവർ മൃഗങ്ങളെക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് കഴിയുന്നത്. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന നിന്ദ്യകർമ്മങ്ങളാണ് ആധുനിക കാലത്തെ മനുഷ്യരിൽ പലരും ചെയ്യുന്നത്. പീഡനങ്ങളുടെ കഥ ദിവസേന പത്രത്തിലും ചാനലിലുമൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, വായിക്കാറുണ്ടല്ലോ. മനുഷ്യനായി ജനിച്ച ഒരുവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് തന്നെ പലപ്പോഴും അതിശയം തോന്നും. ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും, അല്ലെങ്കിൽ ഉള്ളിൽ ചിന്തിക്കുകയെങ്കിലും ചെയ്യും. എന്താണ്, ശരീരം മാത്രമേ ഉള്ളൂ അവന്റെ മനുഷ്യനായിട്ട്. അവനെ മനുഷ്യന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവൻ മൃഗത്തെക്കാളും മോശമാണ്. മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് പലരും ചെയ്യുന്നത്. അവരെ എങ്ങനെ മനുഷ്യരായി നമുക്ക് പരിഗണിക്കാൻ കഴിയും? അതുകൊണ്ട് മനുഷ്യരായി ജനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ തന്നെ ഉത്തമ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരായി വേണം നാം ജീവിതം നയിക്കാൻ. മുക്തി ജീവന് വരുമാർ ഉചിതമാം ജന്മം ഉത്തമം. ആ ജന്മം മാത്രമേ ശ്രേഷ്ഠമാകൂ. ആ ജന്മം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം സിദ്ധിക്കുകയുള്ളൂ എന്ന് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ എന്നാണ് ആചാര്യൻ ആ സാധകയോട് ചോദിക്കുന്നത്. സാരം വായിക്കാം. ഹേ ബാലേ, അന്യകർമ്മങ്ങളെല്ലാം നിന്ദ്യങ്ങളാണ്. അത് മധ്യമപക്ഷമായതിനാൽ നന്നല്ല, ദോഷമായി ഭവിക്കും. അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ മാത്രം ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആവോളം ചെയ്യുക. അപ്രകാരം ചെയ്താൽ കർമ്മത്തിലൂടെ നാശമായി കൊണ്ടിരിക്കുന്ന വൃത്തിജ്ഞാനവും, വൃത്തിജ്ഞാനം കർമ്മനാശത്തിലൂടെയാണ് നഷ്ടമാവുന്നത്. അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുകയില്ല. ചിന്തകൾ അടങ്ങും. അകാരണമായ ഭയം, ഒരു കാരണവുമില്ലാതെ മനുഷ്യൻ അസ്വസ്ഥനാകുന്നു. ഇതിനെല്ലാം കാരണം അവന്റെ പാപകർമ്മങ്ങളാണ്. ആ ചിത്തവൃത്തികൾ ഉള്ളിൽ അടങ്ങും. അതാണ് കർമ്മനാശത്തിന്റെ ലക്ഷണം. അത് സംഭവിക്കുകയും തുടർന്ന് ആത്മജ്ഞാനവും സിദ്ധിച്ച് മുക്തിയും ലഭിക്കും. അതിന് സംശയം വേണ്ട. മനുഷ്യജന്മത്തിൽ ഉത്തമമായ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കർമ്മം നശിച്ച് ആ ജീവാത്മാവ് മുക്തനായി ഭവിക്കും. മുക്തി സംഭവിക്കുക ജീവനാണ് എന്നും അത്തരം ജന്മം ഉത്തമമാണെന്നും നിന്നോട് മുമ്പ് പറഞ്ഞുവല്ലോ. ഏത് തരം ജന്മത്തിലാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്? എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് അതിവേഗേന മോക്ഷത്തിൽ ചെന്നെത്താൻ പറ്റുന്നത്? ആ ജന്മം മാത്രമാണ് ഉത്തമ ജന്മം അല്ലെങ്കിൽ ശ്രേഷ്ഠ ജന്മം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജന്മം വേണം ജീവന് കിട്ടേണ്ടത്. അത് സത്കർമാനുഷ്ഠാനത്തിലൂടെ മാത്രമേ കിട്ടുകയുമുള്ളൂ. ഉക്തമായിടാമിനിയും നിനക്കാത്മജ്ഞാനം ഉൾക്കാമ്പിയിലുദിപ്പാനായി കേട്ടാലും വരാനനെ. ത്രിവിധ കരണങ്ങളാൽ ചെയ്യപ്പെട്ടിടും സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി കാമ്യമെന്നിയെ ചെയ്തിടണമായതു നിഷ്കാമാനുഷ്ഠാനമെന്നറിഞ്ഞിടുക വരാനനെ. ആ ശീർഷകം പരിസമാപിപ്പിക്കുകയാണ് ആചാര്യൻ. ഉക്തമായിടാം, ഇനിയും നിനക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാനായി ഞാൻ പറയാം. ഞാൻ എൻ്റെ ഉപദേശങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഉക്തമായിടാം, ഇനിയും നിനക്ക് ആത്മജ്ഞാനം ഉൾക്കാമ്പിലുദിപ്പാനായി കേട്ടാലും വരാനനെ. അല്ലയോ സുന്ദരി, ബാഹ്യ സൗന്ദര്യത്തെക്കാളും ഉള്ളിൽ വിവേകമുണ്ടാകുമ്പോഴാണ് ആ സൗന്ദര്യത്തിന്റെ മാറ്റ് വർദ്ധിക്കുന്നത്. മരമണ്ടൻ, പരമ അവിവേകി, അങ്ങേയറ്റത്തെ അജ്ഞാനി, അവൻ എത്ര സുമുഖനോ സുന്ദരനോ ആയിരുന്നിട്ടും എന്താ പ്രയോജനം? ബുദ്ധിയിൽ പ്രകാശം വേണ്ടേ, തെളിച്ചം വേണ്ടേ? അതുകൊണ്ട് ബുദ്ധിയിലുള്ള സൗന്ദര്യമാണ് ബാഹ്യ സൗന്ദര്യത്തെക്കാളും മികച്ചത്. ബുദ്ധിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വിവേകം തന്നെയാണ്. ചിന്താശേഷി, കാര്യങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള ബുദ്ധിയുടെ കഴിവ് തന്നെയാണ് ബുദ്ധിയിലെ അഴക് എന്ന് പറയുന്നത്. അപ്പോ നിനക്ക് ആത്മജ്ഞാനം ഉൾക്കാമ്പിലുദിപ്പാനായി, നിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കാനായി ഞാൻ ഇനിയും സംസാരിക്കാം, ഉപദേശങ്ങൾ നൽകാം. ത്രിവിധ കരണങ്ങളാൽ ചെയ്യപ്പെട്ടിടും സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി കാമ്യമെന്നിയെ ചെയ്തിടണമായത്
നിഷ്കാമാനുഷ്ഠാനമെന്നറിഞ്ഞിടുക വരാനനെ. സകല കർമ്മങ്ങളും പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ത്രിവിധ കർണങ്ങളിലൂടെ പുണ്യകർമ്മങ്ങളാകണം ആചരിക്കപ്പെടേണ്ടവ എന്ന് പറഞ്ഞു. പക്ഷേ ആ കർമാചരണം കൊണ്ട് മാത്രം പൂർണ്ണമായ ചിത്തശുദ്ധി ലഭിക്കുകയില്ല. ആ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി, ഈശ്വരനുള്ള പൂജയായി അനുഷ്ഠിക്കപ്പെടണം, അല്ലെങ്കിൽ ചെയ്യപ്പെടണം. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി. ഞാൻ ചെയ്യുന്നത് ഭഗവത് പൂജ, പൂജകളെ കർമ്മമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പൂജാതി കർമ്മങ്ങൾ എന്നല്ല ഇവിടെ പറയുന്നതല്ല, കർമ്മത്തെ പൂജയാക്കി തീർക്കാനാണ് പറയുന്നത്. യാതൊന്നു ചെയ്വതതു യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമഃ എന്നല്ലേ ഇതേ ആചാര്യൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത്. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി കാമ്യമെന്നിയേ ചെയ്തിടണം. കാമ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തനിക്കെന്തെങ്കിലും ഗുണം പ്രയോജനം കിട്ടുന്ന കർമ്മങ്ങളാണ് സാധാരണ മനുഷ്യർ ചെയ്യുന്നത്. അവരുടെ കർമ്മങ്ങളിലൊക്കെ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കും. അന്യനു വേണ്ടി മേലനങ്ങി ഒന്നും ചെയ്യില്ല. ഒരു ഉപകാരം അന്യനു വേണ്ടി ചെയ്തു എന്ന് പറയാൻ കഴിയാത്തവരായി അനേകം മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവര് കുടുംബത്തിനെ നോക്കും, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും. പക്ഷേ താനുമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്തവർക്ക് ഇന്നേ വരെ അറിഞ്ഞ് ഒരു സഹായവും ചെയ്യാത്ത ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. അവർ സ്വാർത്ഥന്മാരാണ്. ഈ സ്വാർത്ഥത ആത്മജ്ഞാനം മാർഗത്തിൽ വലിയ ഒരു വിലങ്ങുതടിയായിരിക്കും എന്നുള്ള കാര്യം ഈ പാവങ്ങൾ അറിയുന്നില്ല. സ്വാർത്ഥത ഉള്ളിൽ പരിത്യജിക്കപ്പെടാതെ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമായ ചിത്തശുദ്ധി ഉണ്ടാവുകയില്ല. അപ്പോ അന്യന് ഉപകാരം ചെയ്യണം എന്ന് എപ്പോഴാണ് തോന്നുക? മറ്റുള്ളവരൊക്കെ, അതായത് ഈ ജനങ്ങളും ജീവികളുമൊക്കെ ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എന്ന ചിന്ത ഉള്ളിൽ ഉണ്ടാകാതെ എങ്ങനെയാണ് നമ്മൾ വേറൊരാളെ സഹായിക്കുക, അയാൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുക? അപ്പോ ആ കാമ്യകർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കണം. തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രം പ്രയോജനമുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്ത് കഴിയരുത് മനുഷ്യൻ. ആ കാമ്യകർമ്മങ്ങളിൽ നിന്ന് ഉയർന്ന് നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യണം. നിസ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാം ഈശ്വരമയമാണ് എന്നുള്ള സത്യം ഉള്ളിൽ ഉറയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അന്യർക്ക് നാം ചെയ്യുന്ന ഉപകാരങ്ങളിൽ പോലും നമുക്ക് ഒരു അഹങ്കാരമോ അഭിമാനമോ തോന്നാതിരിക്കണമെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുന്ന പൂജയാണ് എന്ന ഭാവത്തിൽ വേണം ചെയ്യാൻ. ഈശ്വരന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ അഹങ്കാരമോ അഭിമാനമോ തോന്നരുത്. പക്ഷേ പലർക്കും അങ്ങനെ തോന്നുന്നു. ഞാൻ ധാരാളം പൂജ ചെയ്തു, ധാരാളം മന്ത്രം ജപിക്കുന്നവനാണ്. ഇതൊക്കെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂ, അല്ലാതെ പ്രയോജനമില്ല. അവർക്ക് ചിത്തശുദ്ധി അല്പം പോലും വന്നിട്ടില്ല എന്ന് തന്നെ പറയണം. ഭഗവത് പൂജ ചെയ്യുന്നവൻ അങ്ങേറ്റം വിനയാന്വിതനായിരിക്കണം. ഈശ്വരന് എനിക്കൊരു അവസരം നൽകി അന്യരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ ഭജിക്കാൻ, അങ്ങനെ ഒരു വിനയവും അടക്കവും ഒടുക്കവും ഉള്ളിലുണ്ടെങ്കിലേ ചിത്തശുദ്ധി നേടി എന്ന് പറയാൻ പറ്റൂ. അപ്പോ സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി ചെയ്യണം, ഈശ്വര പൂജയായി അനുഷ്ഠിക്കണം. കാമ്യമെന്നിയേ കാമ്യകർമ്മങ്ങൾ ചെയ്യരുത്. തനിക്കും തൻ്റെ വീട്ടുകാർക്കും, അല്ലെങ്കിൽ തൻ്റെ നാട്ടുകാർക്കും, അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്കും വേണ്ടി മാത്രമാവരുത് നമ്മുടെ ജീവിതം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സകല ജീവികളും, മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്തിൽ ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സർവരും സന്തോഷത്തോടു കൂടി കഴിയട്ടെ. ആർക്കും ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകാതിരിക്കട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇതാണ് ഋഷികളുടെ പ്രാർത്ഥന. ആരും ഒരു തരത്തിലുള്ള ദുഃഖവും അനുഭവിക്കാതെ സന്തോഷത്തോടു കൂടി കഴിയട്ടെ. ഇതാണ് മനസ്സിന്റെ വിശാലത. മനസ്സിന്റെ വിശാലത മനസ്സിന്റെ ശുദ്ധി തന്നെയാണ്. മനസ്സ് ശുദ്ധമാകാത്ത ഒരുവന് ഇങ്ങനെയൊന്നും ചിന്തിക്കാനോ പറയാനോ ഒന്നും കഴിയില്ല. അങ്ങനെ കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ, കാമ്യമായി കർമ്മങ്ങളെ ആചരിക്കാതെ, ഈശ്വരാർപ്പണമായി ഈശ്വര പൂജയെന്നോണം നിഷ്കാമമായി ചെയ്യണം. ഈ കാമ്യകർമ്മങ്ങളെ വിട്ട് കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നതിനെയാണ് നിഷ്കാമ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത്. സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി കാമ്യമെന്നിയേ ചെയ്തിടണം. ആയത് നിഷ്കാമാനുഷ്ഠാനം. ഇതിനെ തന്നെയാണ് നിഷ്കാമ കർമാചരണം എന്ന് ഭഗവത്ഗീത പോലെയുള്ള
ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഇത് നീ അറിഞ്ഞിടുക, മനസ്സിലാക്കുക. വരാനനെ അല്ലയോ സുന്ദരി. സാരം വായിക്കാം. ഹേ വരാനനെ, നിനക്ക് ആത്മജ്ഞാനം ഉണ്ടാവാനായി വീണ്ടും പറയാം. 3 വിധ കർണങ്ങളാൽ ചെയ്യപ്പെടുന്ന സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ഫലേച്ഛ കൂടാതെ ചെയ്യണം. അപ്രകാരം ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമ കർമാനുഷ്ഠാനം എന്നും അറിഞ്ഞുകൊള്ളുക. ഈ നിഷ്കാമ കർമാനുഷ്ഠാനത്തിലൂടെയാണ് ശരിക്കും ചിത്തശുദ്ധി ഉണ്ടാകുന്നത്. അല്ലാതെ പുണ്യപ്രവൃത്തികളെ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല. പുണ്യകർമ്മങ്ങൾ ചെയ്യണം, അതിലും സ്വാർത്ഥതയുടെ കറ പുരളാതെ നാം നോക്കണം. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. ആ 19ാമത്തെ ശീർഷകവും അവസാനിക്കുകയാണ്. കർമ്മനിരൂപണം ശരീരോത്പത്തി എന്നായിരുന്നു അതിന്റെ പേര്. ആ ശീർഷകം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് വായിക്കേണ്ടത് 20ാമത്തെ ശീർഷകമാണ്. അതിന്റെ പേരാണ് സാധന ചതുഷ്ടയം. മോക്ഷത്തിന് അത്യന്താപേക്ഷിതമായ 4 ഘടകങ്ങളെയാണ് സാധന ചതുഷ്ടയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മുമുക്ഷു തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ സാധന ചതുഷ്ടയം എന്നുള്ള വിഷയം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.